السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ, അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിരീങ്ങളെ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനായി പരിശുദ്ധ ഖുർആനിലെ സൂറ നബയിൽ 10ഓളം ദൃഷ്ടാന്തങ്ങൾ എടുത്ത് പറയുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്, ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു തൊട്ടിലാക്കി തന്നിരിക്കുന്നു. താമസയോഗ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. സൗരയൂഥത്തിലെ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് മനുഷ്യവാസം സാധ്യമായ ഗ്രഹമാണ് ഭൂമി എന്നുള്ളത്. മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ചൂടാകുമ്പോൾ വളരെ വലിയ ചൂടും, തണുപ്പാകുമ്പോൾ വളരെ താഴ്ന്ന രീതിയിലുള്ള തണുപ്പുമാണ് അവിടെ അനുഭവപ്പെടാറുള്ളത്. ഭൂമിക്ക് ചുറ്റും ചില വലയങ്ങളും അതല്ലെങ്കിൽ ചില സംരക്ഷണ കവചങ്ങളും ഒക്കെ നാം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ്, ഇല്ല 1-2 മാസങ്ങൾക്ക് മുമ്പ് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ആകാശത്ത് ഇന്ന് ധാരാളക്കണക്കിന് ഉൽക്കകൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ള ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഉൽക്കകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിക്ക് പുറത്തു നിന്ന് വരുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൊടിപടലങ്ങളുമായി ചേർന്ന് അത് കത്തി ഉരസുന്ന സാഹചര്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമ്മൾക്ക് താമസയോഗ്യമായ രീതിയിൽ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകം ഒരു കവചമില്ല, മറിച്ച് അവിടെ വെക്കുന്നത് പൊടിപടലങ്ങളാണ്. ആ പൊടിപടലങ്ങളുമായി ചേർന്ന് അത് കൂട്ടിയുരസുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന തീ ആ വലിയ ഏതെങ്കിലും ഒരു വസ്തുവിനെ വളരെ ചെറുതാക്കിയിട്ടായിരിക്കും ഭൂമിയിലേക്ക് കടത്തിവിടുക. ഇനി ഒന്ന് ആ ആയത്തൊന്ന് ചേർത്ത് വായിച്ചു നോക്കും നിങ്ങൾ. മനുഷ്യന് വാസയോഗ്യമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ ഒരു മിഹാദാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ഭൂമിയെ അങ്ങനെ മനുഷ്യന് വാസയോഗ്യമാക്കുന്ന രീതിയിൽ അല്ലാഹു ആക്കിയതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായും അവതരിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറ വാശിയയിൽ നമ്മളോട് ചിന്തിക്കുവാൻ, നോക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കുറെ സംഗതികളുണ്ടല്ലോ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്തിഹത്. എപ്രകാരമാണ് ആ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? ഇങ്ങനെ ആയത്തുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യന്റെ പ്രകൃതത്തിനനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടെ നീ പൊയ്ക്കോ, നിനക്കുള്ള എല്ലാ കാര്യങ്ങളും നീ തന്നെ കണ്ടുപിടിച്ചോ എന്നല്ല പറയുന്നത്. ദുനിയാവിലെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള മത്താഅ ഇവിടെയുണ്ട് എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ സന്തതികളായി നമ്മൾ ഇവിടെ ജീവിച്ച് കടന്നു വരുന്നതും. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല
മനുഷ്യന് ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ വളരെ കൃത്യമായി വിധാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കാലമേറെ കഴിയുന്ന സമയത്തോ അതല്ലെങ്കിൽ മനുഷ്യർ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് അവസാനത്തേതല്ല, ആദ്യത്തേതുമല്ല. ഈ ഒരു ദുരന്തത്തോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ദുരന്തങ്ങളും അവസാനിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. ഇനിയും ഉണ്ടാകാം, ഉണ്ടായിക്കൂടാ എന്ന് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അവസാനത്തേതല്ല എന്നുള്ളത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് പരിഹാരമുള്ളത്? അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ പരിഹാരങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. അത് മറ്റ് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനമോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടിതമായ ഒരു സംവിധാനമോ അല്ല ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടത്, മറിച്ച് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഈ ഭൂമിയിലൂടെ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സന്ദർഭത്തിലും മനുഷ്യൻ നിർഭയനല്ല എന്നുള്ളതാണ്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അമിർത്തും മംഫിസ്സമാ, ആകാശത്തിലുള്ളവരെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കുന്നത്. എന്താണ്? ആ ഭൂമി ഭൂമി നിങ്ങളെ പിളർന്നു പോവുകയില്ല അല്ലെങ്കിൽ നിങ്ങളെ വിഴുങ്ങുകയില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറ മുൽക്കിലെ ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതോട് ചേർത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആകാശത്ത് നിന്ന് ചരൽ വർഷിപ്പിക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ് അന്ന് ഒരുപാട് അവധികൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകുന്ന സമയത്ത്, രാവിലെ തന്നെ മദ്രസയിൽ എത്തിച്ചേരുന്ന സമയത്ത് കുട്ടികളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു പ്രയാസമുണ്ട്. ചില കുട്ടികൾ ആശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും ബാധിക്കൂലല്ലോ, നമ്മളുടെ നാട്ടിലേക്ക് ഇതൊന്നും ബാധിക്കൂലല്ലോ എന്ന് ആശ്വാസത്തോടു കൂടി പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ടത് ഭൂമിയിൽ എവിടെയാണ് നമ്മൾ സുരക്ഷിതരായിട്ടുള്ളത്? ആ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സുരക്ഷിതത്വ ബോധത്തോടു കൂടി ഇരിക്കുന്നത്? എന്താണ് അതിന് കാരണം? അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഉരുളുപൊട്ടാൻ ഒരു സാധ്യതയില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ മലകളില്ല, അതുകൊണ്ടാണ് ഉരുളുപൊട്ടാൻ യാതൊരു സാധ്യതയില്ലാത്തത്. ഇത് പറയുന്നത് തീരപ്രദേശത്ത് നിന്നിട്ടാണ്, മാത്തോട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നിട്ടാണ് ഇത് പറയുന്നത്. വൃത്തൊന്ന് ചോദിച്ചു, മക്കളെ, നേരത്തെ പറഞ്ഞ പുൽക്കയിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ആ കടലിന്റെ കിലോമീറ്ററുകൾക്കപ്പുറം വീട് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കൂലേ? ഇവര് പറഞ്ഞോ ബാധിക്കും. നമ്മൾ സുരക്ഷിതരാണോ? അല്ല. പക്ഷെ ആ സുരക്ഷിതരല്ല എന്നുള്ളത് കൊണ്ട് ഭൂമിയിൽ എല്ലാം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്നുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വന്നിട്ടുള്ളത്. സുരക്ഷിതരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുകയല്ല, മറിച്ച് മനുഷ്യന് എത്രത്തോളം സൗകര്യങ്ങൾ ഉള്ളവരാണെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര ടെക്നോളജി വികസിപ്പിച്ചു കഴിഞ്ഞാലും, എത്രത്തോളം ഉയരത്തിൽ മനുഷ്യൻ എത്തിക്കഴിഞ്ഞാലും ആ ഭൂമിയെ നിർഭയമായി കാത്തു സൂക്ഷിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല. നിർഭയമായ ഏക ഇടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്വർഗമാണ്, പരലോകമാണ്. ഇവിടെയെല്ലാം ഈ ഭൂമിയുടെ നശ്വരതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ കൂടുതലായി ഒതുങ്ങിക്കൂടുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ പാഠം അതാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നശ്വരമായ ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. കാലാകാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കരുത്. ഏത് സന്ദർഭത്തിലും നമ്മളിലേക്ക് മരണം കടന്നു വരും എന്നുള്ളത് ഉറപ്പാണ്. 2020 മാർച്ച് മാസത്തിലാണല്ലോ നമ്മളിലേക്ക് കോവിഡ് കടന്നു വരുന്നത്. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ പലരുടെയും ശരീരം, വയനാട്ടിലല്ലേ, പലരുടെയും ശരീരം മയ്യത്ത് തെരഞ്ഞു നടക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
കോവിഡ് വന്ന സന്ദർഭത്തിൽ ആദ്യത്തെ സന്ദർഭങ്ങൾ നമുക്കറിയാവുന്നതാണ്. മരണപ്പെട്ടു പോയിട്ടുള്ളത് സ്വന്തം ഏറെ അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അവരുടെ മയ്യത്തൊന്ന് കാണുവാൻ സാധിക്കാതെ കവറടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലും സുരക്ഷിതമാണ് എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകരുത്. മറിച്ച് നമ്മളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചിന്തകളിലൊന്ന് ഈ ദുനിയാവ് നശ്വരമാണ്. ഏത് സന്ദർഭത്തിലും നമ്മളുടെ ദുനിയാവ് അവസാനിക്കുവാനുള്ളതാണ്. നമ്മൾക്ക് സുരക്ഷിതമായി നിൽക്കുവാനുള്ള ഇടം പരലോകമാണ്. ആ പരലോകത്തിന്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഹൃദയത്തെ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ പാഠം. അതൊരു പരിഹാരമാണ്. എന്താ പരിഹാരം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിനകത്തുള്ള ആശങ്കകൾക്കുള്ള പരിഹാരമാണ്. ഈ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക അറിയിച്ച ആളുകൾ ആരാണ്? നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് അവരെ കുറിച്ച്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ആളുകൾ നിരീശ്വരവാദികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതോടുകൂടി ഈ ദുനിയാവ് അവസാനിച്ചു. ദുനിയാവ് അവസാനിച്ചു എന്നല്ല, ഈ ദുനിയാവോടുകൂടി അവരുടെ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവർ. അവർ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകേണ്ടി വന്നാൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജീവിതം അങ്ങ് തീർന്നു പോയാൽ വലിയ ആശങ്കക്കുള്ള വകയാണ് അവിടെ തുറന്നു വെക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അങ്ങോട്ട് ജീവിതമല്ലാന്ന് വിശ്വസിക്കുന്നവരാണ്. ഒരുപാട് ആഗ്രഹമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ ധാരാളക്കണക്കിന് കാലഘട്ടം ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ആശങ്കയുണ്ടാകും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആശങ്കക്ക് വകയില്ല. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഇടം എന്ന് പറയുന്നത് ദുനിയാവല്ല, മറിച്ച് ആഖിറത്താണ്. അയാൾക്ക് ആ ചിന്തയുണ്ടാകും. അത് അവന്റെ മനസ്സിന് പ്രയാസങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഇത് ഒരു വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. നമുക്കതിലേക്ക് കടന്നു വരാം. ഈ ഒരു സന്ദർഭത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അള്ളാഹു ഇതൊന്നും അറിയുന്നില്ലേ? അല്ലേ? ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന വലിയ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ദൈവം എവിടെ പോയി? ഒരു കുട്ടിയുടെ കത്തെടുത്ത് വെച്ചിട്ട് ദൈവം ആരെയും സംരക്ഷിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. 500-ലധികം ആളുകൾ ഒരു വേള അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ഒരു രാത്രിയിൽ അവർ കിടന്നുറങ്ങിയിട്ട് പിറ്റത്തെ രാവിലെ എണീക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് എണീക്കുവാൻ ആളുകൾ ബാക്കിയുണ്ടായിരുന്നില്ല. അതിന്റെ വേദന മനസ്സിലുണ്ടായിരിക്കുകയാണ്. ആ കുട്ടി അറിയാതെ എഴുതി പോകുന്നത്, ദൈവം എന്തുകൊണ്ട് സഹായിക്കുന്നില്ല? അവിടെ മറിച്ചൊരു ചോദ്യം വന്നു. പിന്നീട് ആ കത്ത് പൊക്കി പിടിച്ച് വന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തിൽ ഇന്ന് 800 കോടി മനുഷ്യരുണ്ട്. വയനാട്ടിൽ മരണപ്പെട്ടത് 500 പേർ മാത്രമായിരിക്കും. ബാക്കി ഇത്രയും ആളുകളെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവം ഉണ്ട് എന്നല്ല അവിടെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചു ചോദ്യം വന്നപ്പോ ആ കത്തും അപ്രത്യക്ഷമായി. അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇല്ലാതെയായി. ഇതിൽ ലോജിക്കായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോഴും അവര് ആ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ ഈ ദൈവം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഒരു വേള വാദത്തിന് വേണ്ടിയെങ്കിലും അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരികയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നത്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന മറുപടി എന്താ? അള്ളാഹുവിന്റെ കയ്യിലാണ് അദൃശ്യത്തിന്റെ താക്കോലുള്ളത്. അദൃശ്യം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് കടലിലും കരയിലും എന്താണ് നടക്കുവാൻ പോകുന്നത് എന്നുള്ളത് അറിയുന്നവൻ. അള്ളാഹുവിന് എല്ലാ കാര്യത്തെ കുറിച്ചും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. എന്നിട്ടോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കൃത്യമായ ഖദർ വെച്ചിട്ടുണ്ട്. ഓരോന്നും എപ്പോൾ നടക്കണമെന്ന് അള്ളാഹുവിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി അതുകൊണ്ടാണ് അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഖദർ വെച്ചിട്ടുണ്ട്.
ഇന്നിടങ്ങളിൽ ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനറിയാം. ഈ പ്രപഞ്ചമൊന്നും വെറുതെ ചരിക്കുന്നതല്ല, വെറുതെ മുന്നോട്ട് പോകുന്നതല്ല. കൃത്യമായ നിയന്ത്രണത്തോടു കൂടിയിട്ട്, കൃത്യമായ സംവിധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്ന്, ദുനിയാവ് സുഖങ്ങൾ മാത്രം നിറഞ്ഞതായിരിക്കില്ല. ആ ചിന്തയിൽ നിന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത്. ദുനിയാവിൽ സുഖങ്ങൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടുമായി പറയുന്നത്, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ബിശ്ശർരി വൽ ഖൈർ. എങ്ങനെ? ഷർറും ഖൈറും ഒക്കെ പരീക്ഷ ഉണ്ടാകും. ഷർറും ഖൈറും ഒക്കെ ദുനിയാവിൽ ഉണ്ടാകും. ദുനിയാവിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകുന്നത് സുഖങ്ങൾ മാത്രമായിരിക്കില്ല, മറിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖങ്ങൾ നൽകും. ഇവിടെയാണ് ഒന്നാമത് ദുനിയാവ് എന്ന് പറയുന്നത്. ആ ദുനിയാവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന പേരുകളിൽ ഒന്ന് ദാറുൽ ബലാഗ് എന്നുള്ളതാണ്. പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ആ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ ബാധിക്കും. അതിലൊന്ന്, വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യനെ ബാധിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരീക്ഷണത്തിലാണുള്ളത്. ആ ബോധം നമുക്ക് ആദ്യമാണ്. നമ്മൾ ഓരോരുത്തരും പരീക്ഷണത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു ആദം സന്തതികളെ അവരുടെ മുതുകിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലു ബല, അവരെല്ലാവരും പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ, നമ്മളടങ്ങുന്ന ഓരോരുത്തരും പറഞ്ഞു, ബല അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. ഇതൊരു പരീക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എല്ലാവരെയും പരീക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് എന്ന്, ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണത്രേ മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പരീക്ഷണം നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉള്ളതാണ്. ആ പരീക്ഷണത്തെ നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്, ഒരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു മറ്റുള്ള സമൂഹങ്ങളെ പരീക്ഷിക്കും. അത് രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള പരീക്ഷണയ്ക്ക്, ഒരാൾക്ക് ഷർറായിരിക്കും, മറ്റൊരാൾക്ക് ഖൈറായിരിക്കും. അതിനെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വയനാട്ടുകാർക്ക് ഷർറായിരിക്കും, ഷർറ് കൊടുത്തുകൊണ്ടാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. എന്നാൽ അതിൽ ഉൾപ്പെടാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖൈറാണ്. അത് നമ്മൾക്ക് നേരെയുള്ള പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആ പരീക്ഷണത്തെ എങ്ങനെയാണ് മറികടന്നുള്ളത്? അവരെ പരീക്ഷിക്കുന്നതല്ലോ, നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരിലൂടെ അല്ലാഹു അവരെയും നമ്മളെയും പരീക്ഷിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്, അതൊന്നും ഉറപ്പറയാൻ പറ്റില്ല. ഈ ദുരന്തങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണുള്ളത്. അതിൽ ഒരു വ്യാഖ്യാനം മാത്രമാണ് ഈ പറയുന്ന പരീക്ഷണം എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിലൂടെ അല്ലാഹു അവരെ പരീക്ഷിക്കാം, അതോടൊപ്പം തന്നെ നമ്മളെയും പരീക്ഷിക്കാം. അതിൽ ഉൾപ്പെടാത്ത ആളുകളാണ് നമ്മൾ. എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ വളരെ കൃത്യമായ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾക്ക് ആ മലബാധ തള്ളിക്കടക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ആ സംഭവവും അവരോട് നമ്മൾ ചെയ്തിട്ടുള്ള നിലപാടുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ മലബാധ തള്ളിക്കടക്കുവാൻ നമുക്ക് സാധിച്ചുവോ, ആ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കുവാൻ സാധിച്ചുവോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് മറ്റൊരു പാഠം ഉണ്ടാകേണ്ടത്. ദുനിയാവ് എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ആ പരീക്ഷണങ്ങൾ നന്മകൾ മാത്രം, അതല്ലെങ്കിൽ സുഖങ്ങൾ മാത്രം നിറഞ്ഞതായിരിക്കുകയില്ല നമ്മളുടെ ദുനിയാവ് എന്നുള്ളത്. ഇനിയോ
മുൻകാലഘട്ടങ്ങളിൽ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ മുൻകാലഘട്ടങ്ങളിൽ ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആരെയാണ് അള്ളാഹു ശിക്ഷിച്ചിരിക്കുന്നത്? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയെ ശിക്ഷിക്കുന്നതിനായിട്ട് അള്ളാഹുവിന് ഒരു സൈന്യത്തെ പ്രത്യേകം പറഞ്ഞയക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് ശിക്ഷ നൽകാൻ ഒരു സൈന്യത്തെ ഉപയോഗിക്കേണ്ട ആവശ്യം അവർക്കില്ല. അവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആദ്യമായി അത്തരത്തിലുള്ള ഒരു ശിക്ഷ വരുന്നത് ആരുടേതാ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയുടേതാണ്, അല്ലെ? നൂഹ് നബി അലൈഹി സ്വലാം എത്ര കാലം പ്രബോധനം ചെയ്തു? നമുക്കറിയാവുന്നതാണ്. 950 വർഷ കാലഘട്ടം അദ്ദേഹം പ്രബോധനം ചെയ്തു. ആ 950 കാലഘട്ടം അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറവ് ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് ഈ ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ സംഭവിക്കുന്നത് എന്താ? അദ്ദേഹത്തെ ഭ്രാന്തനാക്കുന്നു, അദ്ദേഹത്തിനെതിരെ സംസാരങ്ങൾ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അദ്ദേഹം നടപ്പിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കളിയാക്കുവാൻ അവർ തയ്യാറാകുന്നു. അള്ളാഹു എന്താ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? പ്രകൃതിയാണ്. അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള പ്രകൃതിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവിടെ വെള്ളത്തെയാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിക്ഷ നൽകുന്നത്. ഇത് നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഭൂമിയിൽ 79% വെള്ളം, 71% വെള്ളം, 29% മാത്രമാണ് കരയുള്ളത്. അതിന്റെ ഒഴുക്കൊന്ന് മാറി വന്നാൽ, ഈ കരയിലേക്കൊന്ന് കയറിയാൽ അത്രയും നമുക്ക് പണിയുള്ളൂ, അല്ലേ? അത്രയും പണിയുള്ളൂ. വിവിധ ദേശങ്ങളിലൂടെ വെള്ളം കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വേള ആ പ്രദേശത്തെ ആളുകൾ നശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ ഒഴുക്കിന്റെ രീതി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഈ 29% പ്രദേശത്തിന് കൂടി ആ 71% വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യരാരും ബാക്കി ഉണ്ടാവില്ല. അള്ളാഹുവിന് അതിന് വലിയ പണിയുണ്ടോ? ഇല്ല. അതിനുള്ള ഉദാഹരണമാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് നമ്മുടെ നാട്ടിലെ പല ഇടങ്ങൾ പോലും കുറച്ചങ്ങോട്ട് കഴിയുന്ന സമയത്ത് വെള്ളത്തിനടിയിലാകും എന്നുള്ളതാണ്. അപ്പോ ആദ്യമായി കടന്നു വരുന്ന ശിക്ഷ ഈ പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രകൃതി ദുരന്തമാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അള്ളാഹുവിനെ വളരെ കൃത്യമായി അവര് വിശ്വസിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ല. പിന്നെയോ നൂഹ് നബി അലൈഹി സ്വലാമിനെതിരെയും ആ വിശ്വസിച്ച ആളുകൾക്കെതിരെയും അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുന്നത്. രണ്ടാമത്തെ സമുദായമാണ് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ സമുദായം, അല്ലെ? നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം പിന്നീട് കടന്നു വരുന്നത് ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ സമുദായമാണ്. ആ ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്ന വളരെ വലിയ പ്രയാസങ്ങളിലൊന്ന് അവർ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. ആ ഗോപുരങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധ കാണിക്കുകയും അവരുടെ ബുദ്ധിയും കഴിവും ശാരീരിക ക്ഷമതയും ഒക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ മാറി. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത് എന്താ? സഖറ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാമിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റും മഴയും സബഅ ലയാലിൻ 7 രാത്രിയും വസമാനിയത അയ്യാമിൻ 8 പകലും അവരെ ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയമാക്കി. അവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ലം യഖ്ലഖ മിസ്ലുഹാ, അവരെ പോലെയുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും ശക്തന്മാരായ ആളുകളായിരുന്നു അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് എന്താ? 7 രാത്രിയും 8 പകലും ശക്തമായ കാറ്റും മഴയും നൽകി അവർ വെട്ടിയിട്ട ഈന്തപ്പന പോലെ ആയിത്തീർന്നു. ഈ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വേറെ പ്രത്യേകത കൂടി എടുത്തിട്ടു, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ സഹായിക്കാനുണ്ടാവും, അല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് ഒരാളും സഹായിക്കാനുണ്ടാവില്ല. ആർക്കും അത്തരത്തിലുള്ള സഹായത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല. അവരെ രക്ഷിക്കുവാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നിടത്ത് അത്തരത്തിലുള്ള ശിക്ഷകൾ വരുന്ന സമയത്ത് ആ പ്രവാചകന്മാർക്ക് മുന്നറിയിപ്പ് നൽകുകയും
അള്ളാഹു വിശ്വസിച്ച ആളുകളെ ചില സന്ദർഭങ്ങളിലെങ്കിലും രക്ഷിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണ് അത് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഭാഗം. അല്ലദീന ജാബു സ്വഹ്റ ബിൽ വാദി. ഞാൻ ഇങ്ങനെ അവരുടെ കഴിവിനെ കുറിച്ച് ആലോചിച്ചു നോക്കുമ്പോൾ എൻ്റെ നാട്ടിൽ പന്തിരങ്കാവാണ് എൻ്റെ നാട്. ഏഴിങ്ങനെ പോകുന്ന സമയത്ത് തൊണ്ടയാട് നമ്മളുടെ ഹൈലൈറ്റ് മാളിന്റെ തൊട്ട് മുമ്പായിട്ട് വലിയ ഒരു റോഡ് ഉണ്ടാക്കുന്നത്. ഈ റോഡിന്റെ ബാക്കി തന്നെയാണ്, ഇതിലൂടെ പോകുന്ന റോഡിന്റെ ബാക്കി തന്നെയാണ്. അവിടെ പാറ പൊട്ടിക്കേണ്ടതുണ്ട്. 2-3 മാസമായി അവിടെ പാറ പൊട്ടിക്കുന്ന പണി നടക്കുന്നത്. ഇതുവരെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ല. വലിയ പാറയാണ്, ഇതുവരെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റവരുടെ ഒരു ശക്തി ആലോചിച്ച് നോക്കുന്നത്, JCB ഉണ്ട് അല്ലെ, നമുക്ക് JCB ഉണ്ട്. പിന്നെ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് മുറിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ ഒരു വളച്ചൊരു കെട്ടിയിട്ടുണ്ടാവും. അവിടെ സാധിക്കുന്നില്ല. കാലങ്ങൾ ഏറെയായി നടക്കുന്നു. ഇനി ആ സമൂഹ ഗോത്രത്തിന്റെ ഗുണത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു പറയുന്നത് എന്താ? അല്ലദീന ജാബു സ്വഹ്റ ബിൽ വാദി. അവര് ഈ താഴ്വരകളിൽ പാറകളെ തുരന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. JCBയും കെമിക്കലും എല്ലാവിധ സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിൽ പാറ പൊട്ടിക്കുവാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ കൃത്യമായി മുറിച്ചെടുക്കാനാണ് എത്ര സമയം എടുക്കുന്നത് എങ്കിൽ ഒരു പാറയെ വീടിന്റെ ആകൃതിയിലായി അതിനകത്ത് താമസിക്കുവാൻ വേണ്ടി അവരെടുത്തിട്ടുള്ള അവരുടെ ശക്തി എത്ര ആലോചിച്ച് നോക്കുക. അവരെ ശിക്ഷിക്കുവാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ള അതോടുകൂടി അവർ അവസാനിക്കുകയാണ്. അത് മറ്റൊരു ദുരന്തമാണ്. ഇനിയോ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. അവിടെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം കടന്നു വരുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായം ചെയ്തിട്ടുണ്ടായിരുന്ന തെറ്റെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രകൃതി വിരുദ്ധതയായിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് എങ്ങനെയാണ്? 2 ശിക്ഷകളാണ് അല്ലെ. ഒന്ന്, അവരുടെ മേലെ ചരൽ വർഷമുണ്ടായി. രണ്ടാമത്തത്, അവരെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അള്ളാഹു എന്താ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്? പ്രകൃതിയെ തന്നെയാണ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നിട്ടോ അതിന്റെ അടയാളമായി ഇന്നും നിലനിൽക്കുന്നുണ്ട് ചാവുതടാകം. ആ പ്രദേശത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുമ്പോഴേ കേരളത്തിലെ കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിനേക്കാൾ താഴെ നിൽക്കുന്ന ഇടമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ താഴ്ന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചാവുതടാകമാണ്. ഇനി അത് കീഴ്മേൽ മറിച്ചു എന്ന് പറയുമ്പോൾ താഴോട്ടാക്കുന്നതാണ് അതിനർത്ഥം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള കീഴ്മേൽ മറിച്ച് കളയുക എന്ന് പറയുന്നത് അതിനെ നേരെ താഴെ കൊണ്ടുപോയി നിൽക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവർ എങ്ങനെ പ്രകൃതിയെ അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത ചെയ്തുവോ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറിച്ച് കളയുന്ന സാഹചര്യങ്ങളിലേക്ക് അല്ലാഹു കൊണ്ടുപോയി. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും ഒരുപാട് ശിക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രാജാവാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിഗണിക്കാത്ത ഇടങ്ങൾ, ആ കഅബയൊക്കെ നമ്മൾ മാറ്റി പണിയേണ്ടതുണ്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് അബ്രഹത്ത് വലിയ ഒരു സൈന്യവുമായി കടന്നു വരുന്നത്. അള്ളാഹുവിന് പ്രത്യേകിച്ച് ഒരു സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യം വന്നു. അവിടെ അള്ളാഹു എന്തിനാ ഉപയോഗിച്ചിട്ടുള്ളത്? പ്രകൃതിയാണ് അല്ലെ. അവരുടെ മേലെ വാർസല അലൈഹിം തുയറൻ അബാബിൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജിൽ. അള്ളാഹു ഇങ്ങനെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശിക്ഷ നൽകിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ആ സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം ആളുകളും ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം, അവർ തെറ്റിന് കൂടെ നിൽക്കുകയും അതോടൊപ്പം തന്നെ നന്മക്കെതിരെ നിൽക്കുകയും നന്മ പറയുന്നവരെ, നന്മ കൽപ്പിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ശിക്ഷയായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായേക്കാം. ചേർത്ത് പറയാണ് കേട്ടോ, ഒരു സംഗതിയും ഒരു പ്രകൃതി ദുരന്തം വരുമ്പോഴും അത് ശിക്ഷയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, ശിക്ഷയാണെന്ന് പറയാനും കഴിയില്ല. കാരണം അവിടെ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. അതായത് ശിക്ഷയുടെ പ്രത്യേകത എന്താ? അവിടെ ഒരാളും രക്ഷപ്പെടാത്ത രീതിയിലുള്ള ശിക്ഷയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പൊ അത് ശിക്ഷയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിക്കാനും ഒന്നും നമുക്ക് സാധിക്കില്ല. മൂന്നാമത്, പ്രകൃതി ദുരന്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഗുണങ്ങൾ മനുഷ്യനുണ്ടാക്കി കൊടുക്കും. ഈ വലിയൊരു ഉദാഹരണമാണ്
കോവിഡ് കാലഘട്ടം നിങ്ങളൊന്ന് എടുത്തു. കോവിഡ് കാലഘട്ടത്തിൽ ഒരു ചെറിയ കാലഘട്ടമെങ്കിലും മനുഷ്യൻ വീടിനകത്ത് ഇരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ വളരെ കുറവ് മാത്രം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഫാക്ടറികളിൽ ചിലതൊക്കെ നിന്നു പോയിട്ടുണ്ട്. അത് പ്രകൃതിയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കനാൽ എന്ന് പറയുന്നതിനേക്കാൾ നന്നാവുക ഒരു മാലിന്യം ഒഴുകുന്ന തോടാണ് കനോലി കനാൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മോഡലായി വന്നിട്ടുണ്ടായിരുന്നത് വിയന്ന എന്ന് പറയുന്ന പ്രദേശത്തൊരു കനാലാണ്. കോവിഡ് കാലഘട്ടം കഴിയുമ്പോൾ മലിനജലം ഒഴുകിയിട്ടുണ്ടായിരുന്ന അതിലൂടെ കോവിഡ് കാലഘട്ടം കഴിയുന്ന സമയത്ത് മീനുകൾക്ക് ജീവിക്കുവാൻ പറ്റുന്ന രീതിയിൽ ആ കനാല് മാറി എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു പ്രയാസം, ഒരു ദുരന്തം. വീടിനകത്ത് ഇരിക്കുക, ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോകുക, ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസവും പ്രശ്നമൊക്കെ ആയിരുന്നു അല്ലേ? പക്ഷേ അത് പ്രകൃതിയിൽ ഉണ്ടാക്കിയിരുന്നത് വളരെ വലിയ പോസിറ്റീവായ രീതിയിലുള്ള അനുരണനങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലോണം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ദുരന്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ചില ഗുണങ്ങൾ നൽകും എന്നുള്ളതാണ്. ഗുണങ്ങൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ നമ്മളെപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയുന്ന അല്ലാഹു ഏത് രീതിയിലാണ് കണ്ടതെന്ന് അറിയില്ല. പക്ഷെ നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സാമൂഹിക ചിത്രത ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാറുണ്ട്. രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കും, എന്നാൽ ചേർത്ത് പറയാണ്. 2018 ആ ഒരു കാലഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള സമയം കേരളത്തിലെ അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു. നമുക്ക് ഓർമ്മയുള്ള ആളുകൾക്കറിയാം, ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് കലുഷിതമായ സാഹചര്യത്തിലായിരുന്നു കേരളത്തിലെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. കൃത്യമായ ധ്രുവീകരണം ഉണ്ടാകുമെന്നുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു വേള ഫാസിസ്റ്റ് ശക്തികൾക്ക് വളരെ കൃത്യമായ സ്വാധീനം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് 2018 പ്രളയം ഉണ്ടാകുന്നത്. ആ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഛിദ്രതയും ഈ പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം മറന്നുകൊണ്ട് ആളുകൾ ഒരുമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. പോരാത്തതിന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന ചില സഹായങ്ങളെ ഫാസിസ്റ്റുകൾ തടയുന്നതായിട്ട് ആളുകൾക്ക് മനസ്സിലായി. തൊട്ടടുത്താണ് 2019 തെരഞ്ഞെടുപ്പ് വരുന്നത്. കേരളത്തിൽ നിന്ന് ഒരു സീറ്റും ഫാസിസ്റ്റുകൾ കിട്ടിയിട്ടില്ല. അത് നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ചില പ്രയാസങ്ങളിൽ, ചില പ്രകൃതി ദുരന്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വേണ്ടി വെക്കുന്നത് ഇത്തരത്തിലുള്ള ചില ഗുണങ്ങൾ കൂടി ഉണ്ടാകും. എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും നമ്മൾ വലിയ പ്രയാസമായിട്ട് കണക്കാക്കേണ്ടതില്ല. അതല്ലെങ്കിൽ അത് അള്ളാഹുവിന് നമ്മളോട് ദേഷ്യം പിടിച്ചതിന്റെ ഭാഗമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. ഇത് മറ്റൊരു നിലപാടാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പ്രകൃതി ദുരന്തങ്ങൾ മറ്റൊരു കാരണം കൊണ്ടുകൂടി ഉണ്ടാകാം. അത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലമാണ്. മറ്റൊരു പാഠമാണ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം നമ്മുടെ നാട്ടിലും ദുനിയാവിലും ഭൂമിയിലും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കടലിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്ന, കരയിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാന്നാണ് ആളുകൾ പറയാറുള്ളത്. ചില ഡോൾഫിനുകൾ നേരെ കരയിലേക്ക് കയറി വന്നിട്ട് അങ്ങനെ ചത്തടിയും. അതിന്റെ ഉള്ളിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കടലിൽ എങ്ങനെ പ്ലാസ്റ്റിക് എത്തുന്നു? അവിടെ ആരും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലല്ലോ, അവിടെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നില്ലല്ലോ. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഖുർആൻ ഉപയോഗിച്ചുള്ള വാക്ക് പ്രവർത്തിച്ചു എന്നല്ല, ബിമാ കസബത് ഐദിൻ നാസ് എന്നാണ്. ജനങ്ങൾ സമ്പാദിച്ചത് മൂലം എന്നുകൂടി ചില ആളുകൾ അതിനർത്ഥം പറയാറ്. അതാണ് ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. കസബത് ഐദിൻ നാസ്, ജനങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അളവുണ്ട്. ആ അളവിനപ്പുറത്തോട്ട് മനുഷ്യൻ കടന്നു പോവുകയും ആ അളവ് പരിധി കവിഞ്ഞുകൊണ്ട് മനുഷ്യർ ഓരോരുത്തരും അവരവന് വേണ്ടിയിട്ട് സമ്പാദിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നുണ്ട്. അല്ലാഹു കരയിൽ മാത്രം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതല്ല പറഞ്ഞത്.
ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടലിന്റെ അടിത്തട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് അടിത്തട്ട് മലിനമാണെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ബഹിരാകാശത്ത് എത്ര മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്? ബഹിരാകാശത്ത് മനുഷ്യന്മാരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞ് വരാം എന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്ന രണ്ടുപേരും അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. സുനിത വില്യംസ്, അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നുണ്ടായിരുന്ന മറ്റൊരാൾ, അവർ രണ്ടുപേരും അവിടെ കുടുങ്ങി കിടക്കുന്നത്. ബഹിരാകാശ നിലയമുണ്ട്. പക്ഷെ ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് അവിടെയും മലിനമാണ്. ഇവിടെ നിന്ന് അയക്കുന്ന റോക്കറ്റുകൾ, അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള സാറ്റലൈറ്റുകൾ, ഇതൊക്കെ അവിടെ മലിനീകരിച്ച് അവിടെ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യൻ ഒരു അളവിനപ്പുറത്തോട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്നത് ഫാക്ടറികളിൽ നിന്നാണ്, അതോടൊപ്പം തന്നെ മറ്റുള്ള സംഗതികളിൽ നിന്നാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട്. അവിടെയും മനുഷ്യന്റെ ആർത്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയോ, ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിക്കുകയാണ്. 2023 ഒക്ടോബർ 7 മുതൽ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. അടുത്ത മാസത്തിൽ കഴിഞ്ഞാൽ, ഒക്ടോബർ മാസമായി കഴിഞ്ഞാൽ, ഒരു വർഷമായി അവിടെ യുദ്ധം തുടങ്ങുന്നു. കുറച്ച് കിട്ടിയാൽ പിന്നെ ഒരു വർഷമായി അവിടെ യുദ്ധം തുടങ്ങുന്നു. അതില് ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം വർദ്ധിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, 900 ടൺ ബോംബാണ് അവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ളത്. അത് ചെറിയൊരു അളവല്ല. അതിന്റെ മുഴുവൻ പ്രയാസങ്ങളും ഓരോരുത്തരും അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതും ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അവിടെ പ്രവർത്തിച്ചതെന്താ? ചില മനുഷ്യരുടെ ഇടപെടലുകളാണ്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആർത്തിയാണ്, അവരുടെ അധികാരം നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ മരണപ്പെടുന്നത് മനുഷ്യരാണ് എന്നുള്ള ചിന്തയില്ലാതെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചതാണ്. അതൊക്കെ മുഴുവൻ മനുഷ്യർക്കും പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അത് മാറുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലുള്ള ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് കരുതിയിട്ട് അതിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കുകയും മനുഷ്യന് സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റി മാത്രം അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ അവിടെ സ്വാഭാവികമായും അതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ പല പ്രദേശങ്ങളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വ്യത്യസ്തമായ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റം പോലും വരാൻ പാടില്ല എന്ന് പറയുന്ന പ്രദേശങ്ങളാണ് പലതും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താ? ഒരു വേള ഒന്ന് സർക്കാരിനെ പ്രീണിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് മണിയടിച്ചാൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ്. അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കാണ്? ഒരു വേള അവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്കാണ്. പാവപ്പെട്ട ആളുകൾക്കാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. ആ മിതത്വം പാലിച്ചിട്ടില്ല എങ്കിൽ പ്രകൃതിയെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മളൊരു വീടെടുക്കൽ നമ്മളുടെ ആവശ്യമാണല്ലോ അല്ലേ? അവിടെ വീടെടുക്കുന്ന സമയത്ത് പ്രകൃതിയെ തീരെ നോവിക്കാൻ നമുക്കൊരു വീടെടുക്കാൻ കഴിയൂല. പാറ വേണം, കല്ല് വേണം, മരം വേണം, അതോടൊപ്പം തന്നെ മണല് വേണം, സിമന്റ് വേണം. ഇതിനൊക്കെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അത് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ നമ്മളുടെ ആവശ്യത്തിനപ്പുറത്തോട്ട് നമ്മളുടെ ആഗ്രഹത്തിന്റെ പേരിൽ അത് എടുക്കുന്ന സമയത്ത് അവിടെ കൂടുതലായി പ്രകൃതിയെ ദ്രോഹിക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരും. വളരെ ചെറുതായി മാത്രം ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. ഇത് ഒരു പരിഹാരമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം തന്നെയുള്ളൂ. മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം തന്നെയുള്ളൂ. ബാക്കി ആർക്കും ഇടണം?
അള്ളാഹുവിന് കഴിയും. അവിടെയാണ് നമ്മൾ അടുത്തത് ആലോചിക്കേണ്ടത്. പ്രകൃതിയെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യൻ നിസ്സാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള വഴികളിലൂടെ മാത്രമേ മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടതുണ്ട്. ആ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ ചോദിക്കുവാൻ തയ്യാറാകുന്ന സമയത്താണ് അള്ളാഹുവിന്റെ സഹായങ്ങൾ നമുക്കുണ്ടാകുക. ആ അള്ളാഹുവിന് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണ നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരണം. നമുക്ക് ചെയ്യുവാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കണക്കിനപ്പുറത്തോട്ട് ഉപയോഗിക്കാതിരിക്കുകയും ആവശ്യമായി മാത്രം അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും പറയുന്നൊരു സംഗതിയുണ്ട്. പ്രകൃതിയോടുള്ള നമ്മളുടെ നിലപാടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വളരെ കൃത്യമായ ഒരു ഉദാഹരണം വെച്ച് തരുന്നുണ്ട്, അല്ലെ? ഒഴുകുന്ന പുഴയുടെ തീരത്ത് നിന്ന് വുളൂ എടുക്കുകയാണെങ്കിൽ കൂടി അമിതമായി ഉപയോഗിക്കരുത് എന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവിടെ 2-3 രീതിയിൽ നമ്മൾ അതിനെ കാണണം. ഒന്ന്, ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത് വളരെ കൃത്യമായി പല പ്രദേശങ്ങളിലും നല്ല രീതിയിലുള്ള മഴ പെയ്യുന്ന സമയത്താണ് നല്ല നിറഞ്ഞൊഴുകുന്ന പുഴ ഉണ്ടാകുക. രണ്ടാമത്തത് വുളൂ എടുക്കാനുള്ള വെള്ളമാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, വുളൂ എടുക്കാനാണ്, വേറൊരു ആവശ്യത്തിനല്ല, ആരാധനക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സന്ദർഭത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യരുത്? അമിതമായി ഉപയോഗപ്പെടുത്തരുത്. അത് വെള്ളത്തിന്റെ മാത്രമല്ല, അത് എല്ലാത്തിലേക്കും എടുക്കേണ്ടതുണ്ട്. പ്രകൃതിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലേക്കും, എല്ലാ വിഭവങ്ങളിലേക്കും അത് എടുക്കേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വീടിനകത്ത് ഒരു ഫാൻ ഓണാക്കിയിട്ടാണ്. ഫാൻ ഓണാക്കിയിട്ടിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആ ഫാൻ ഓഫ് ആക്കണം. എന്താ കാരണം? നമ്മൾ പറയും കറന്റ് ബില്ല് കൂടുന്ന പൈസ ഞാനല്ല അടയ്ക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ്. പക്ഷെ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ലോകത്ത് ഊർജ പ്രതിസന്ധി ഉണ്ടാകുന്നുള്ളതാണ്. ഊർജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ഡാമിലൊക്കെ വെള്ളമുണ്ട്, അതുകൊണ്ട് കുറെ കറന്റൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കും. നമുക്ക് കറന്റ് കിട്ടുന്നതിൽ വലിയൊരു വിഭാഗം വെള്ളത്തിൽ നിന്നല്ല, കൽക്കരി ഉപയോഗിച്ചിട്ടാണ്. ഇതിനത് കത്തിക്കേണ്ടി വരും. അതിന് പ്രകൃതിയെ കൂടുതലായി ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇത് കത്തിച്ചിട്ട് വരുന്ന കാർബണ് മേലെ എങ്ങനെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ആഗോളതാപനം എന്ന് പറയുന്ന വളരെ അപകടകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇന്ന് മഴ കൂടാനുള്ള കാരണം എന്താ? നമ്മളൊന്ന് പഠിച്ചു നോക്ക്. മഴ കൂടാനുള്ള കാരണമായി പലരും പറയുന്നത്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണ്ടായിരുന്ന ചൂടാണ്. പറഞ്ഞുണ്ടായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയിട്ടുള്ള വിഭവമാണ്. കൃത്യമായ കണക്കനുസരിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. ഏറ്റവും അവസാനം പറയാനുള്ളത്, മനുഷ്യൻ അവന്റെ നിസ്സാരതയെ ബോധ്യപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് പലയിടങ്ങളിലും മനുഷ്യന്റെ നിസ്സാരതയെ കുറിച്ച് പറയുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ്. ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ചിന്ത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നോക്കൂ, നിങ്ങൾ വയനാട്ടില് ഒരുപാട് ആളുകളുടെ ശരീരം മയ്യത്ത് ഇനിയും കണ്ടെടുക്കാൻ സാധിക്കാത്തതാണ്. ഈ സമയത്ത് ചൊവ്വയിൽ വെള്ളമുണ്ടോന്ന് അറിയാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട്. ഭൂമിക്ക് പുറത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂമിക്കകത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു സംഗതിയിൽ ഒരു മനുഷ്യന്റെ ശരീരം തെരഞ്ഞ് കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. വയനാട്ടില് ഈ ദുരന്തം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പേക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പേര് അർജുൻ എന്നുള്ളൊരു പേര് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യനത് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ നിസ്സാരതയെ കുറിച്ച് പറയുന്നത്. ഒരു കാര്യം പറയുന്നത്, നിനക്ക് ഭൂമിയെ ചവിട്ടി മരിക്കാൻ കഴിയില്ല, പർവ്വതത്തോളം വളരുവാനും നിനക്ക് സാധിക്കില്ല.
സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരനാണ് മനുഷ്യൻ എന്നുള്ളത് കൂടി ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മളുടെ മനസ്സിൽ എന്താണ് അത് വേറെ പ്രശ്നമാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് അന്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ പോലും ഇതിനെ പ്രവചിച്ചിട്ടില്ല, ഒരാൾ പോലും ഇന്ന സ്ഥലത്ത് ഇതുണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഇനിയിപ്പോ വേറെ വിഷയം കൂടിയുണ്ട്, അത് ഒരാൾ പറയാണ് ഇന്ന സ്ഥലത്ത് നടക്കുന്നു പറഞ്ഞു, അതങ്ങനെ തന്നെ നടന്നു, അയാൾക്ക് വഴി പറയുന്നു വിശ്വസിക്കാനും നമുക്ക് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ ഒരാൾ പറഞ്ഞു തരികയാണ് ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അന്ധവിശ്വാസങ്ങളുടെ പൊള്ളത്തരം എത്രയാണ് എന്നുള്ളത് ഓരോ പ്രകൃതി ദുരന്തത്തിന്റെ സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒന്ന്, കൃത്യമായ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലതരത്തിലുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ നേടുമായിരുന്നു എന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മേലെ ചുമരിഞ്ഞിടിഞ്ഞ് വീണ് മരണപ്പെടുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പാമ്പ് കടിച്ച് മരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മുങ്ങി മരണത്തെ കുറിച്ച് രക്ഷ നേടിക്കൊണ്ട് പ്രവാചകൻ ആരെ പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആളുകളൊക്കെ മോശമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തില്ല. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അങ്ങനെ ഒരു മരണം ഉണ്ടാക്കുകയാണ്, ഒരാൾ ചുമരിഞ്ഞു വീണ് മരണപ്പെടുകയാണ്, ഒരാൾ ഇത്തരത്തിലുള്ള മറ്റൊരാൾക്ക് നൽകപ്പെടാത്ത രീതിയിലുള്ള സാധാരണ എല്ലാത്തൊരു മരണം അയാൾക്ക് ഉണ്ടാകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഷഹീദിന്റെ കൂലി നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പഠിപ്പിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അതാണ്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരു വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ് അവന് ക്ഷമ കൈക്കൊള്ളുവാൻ സാധിക്കണം എന്നുള്ളത്. സഹോദരങ്ങളെ, ക്ഷമിക്കണം എന്ന് പറയാൻ സുഖം, മറ്റുള്ളവരെ ഉപദേശിക്കാൻ സുഖം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുന്ന സമയത്താണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിൽ എത്രയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. 7 മക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ 6 പേരും അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവസാനം ഉണ്ടായിരുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് എന്നിലേക്ക് അടുത്തതായി ആദ്യം വരാൻ പോകുന്നത് എന്ന് പോലുമുള്ള വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു എന്നുള്ളത്, അല്ലാഹു അയച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അറിയാമായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. 50 വർഷത്തിലധികം കാലഘട്ടം ജീവിച്ചിരുന്ന പ്രദേശത്തിൽ നിന്ന് അദ്ദേഹം ആട്ടി ഓടിക്കപ്പെടുകയാണ്. നല്ലൊരു പോക്കായിരുന്നില്ല, ആട്ടി ഓടിക്കപ്പെടുകയാണ്. അനുജനന്മാരിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തോടൊപ്പമുള്ള യുദ്ധത്തിൽ ഷഹീദായി പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളാണ്. പക്ഷെ എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ക്ഷമിക്കാൻ തയ്യാറാക്കുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ നുബുവത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നബിയുടെ ഒരു മകൻ മരണപ്പെടുന്നത്. ആ ഉള്ളവരൊക്കെ വളരെ കൃത്യമായി അതിനെ ആഘോഷിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ക്ഷമിച്ചിരുന്നു. കാലങ്ങളേറെ കഴിഞ്ഞാണ് അദ്ദേഹത്തിന് മറ്റൊരു മകനുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്നുള്ളൊരു മകനുണ്ടാകുന്നത്. ചെറിയ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ എന്തൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകനെ കണ്ടിട്ടുണ്ടാകുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്ന സമയത്ത് രോഗം അധികമാണ് എന്ന് പറഞ്ഞ് ആ മകന്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് വല്ലാതെ പ്രയാസത്തിൽ മരണവെപ്രാളത്തിൽ കിടക്കുന്ന ആ കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത്. ഇവിടെ കണ്ണിൽ നിന്ന് കണ്ണീരടിക്കുന്നുണ്ട്. പക്ഷേ സ്വഹാബിമാരെ ചോദിക്കുക, പ്രവാചകരെ നിങ്ങളും കരയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഒരു കാരുണ്യത്തിന്റെ അടയാളമാണ് എന്നാണ്. പക്ഷെ ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റം പറഞ്ഞില്ല. അല്ലാഹുവേ, ഞാൻ നിന്റെ പ്രവാചകനാണ്,
എന്നിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ഇത്ര പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് ആരും പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർ ഒരു പക്ഷേ പ്രവാചകനെ കളിയാക്കുന്നതിനായി അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം, ഇതാ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവനാണ് എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാരണങ്ങളാൽ നമുക്ക് നൽകിയേക്കാം. ഒരു വേള നമുക്ക് ഈ സന്ദർഭത്തിൽ നൽകപ്പെടുന്നത് മറ്റൊരു സന്ദർഭത്തിൽ ഗുണമായി ഭവിച്ചേക്കാം. എന്താണെങ്കിലും അത് ഇല്ലാതെയാകുവാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് ആദ്യം അള്ളാഹുവിന് കീഴൊതുക്കുക എന്നുള്ളതാണ്. മഴ എപ്പോൾ വർഷിക്കുമെന്ന് അറിയുന്നത് അല്ലാഹുവാണ്. വെയിൽ എപ്പോൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ റബ്ബാണ്. നമ്മൾ പറയും ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് നമ്മൾ പറയും, എന്നിട്ട് പരിശോധിക്കും റിക്ടർ സ്കെയിലിൽ ഇത്രയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഭൂകമ്പത്തിനുള്ള കാരണം എന്ന് പരിശോധിക്കുന്ന സമയത്ത് ചിലർക്ക് പറയും, ഇതാ ഭൂഖണ്ഡങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അടിയിലുള്ള പ്ലേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന്റെ ഫലമായിട്ടാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയും. പക്ഷെ അത് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവൻ റബ്ബ് മാത്രമാണ്. ആ അള്ളാഹുവിന് കീഴൊതുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അടുത്ത ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ച മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിർത്തിക്കപ്പുറത്തോട്ട് മനുഷ്യൻ പോകുന്ന സാഹചര്യത്തിൽ, ആ അതിർത്തിക്കപ്പുറത്തോട്ട് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ഇത് പ്രയാസകരമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തെ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ദുനിയാവ് നശ്വരമാണ്. അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തി അവരുടെ സുഖ സൗകര്യങ്ങളെ ഇല്ലാതെയാക്കി അങ്ങനെ നേടുന്ന സമ്പത്ത് കൊണ്ട് നമുക്ക് ആഖിറത്തിൽ യാതൊരു തരത്തിലുള്ള ഉപകാരവും ഉണ്ടാവുകയില്ല. നമ്മൾ മിതത്വം പാലിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും, നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ടാകും. ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും, നമ്മളുടെ ആവശ്യങ്ങൾ ഉണ്ടാകും. എനിക്ക് 5 or 6 റൂമുള്ള വീടുണ്ടായിരിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. എന്റെ വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് 3 ആളുകളെയുള്ളൂ, എങ്കിൽ അത്ര വലിയ റൂമുകളുള്ള വീട് വേണമെന്നുള്ളത് എന്റെ ആവശ്യമല്ല. ആ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവസാനം സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മളോടായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ന് ആ ഒരു ദുരന്തത്തിൽ അകപ്പെടാതെ നമ്മൾ ജീവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. നല്ലോണം തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു ദുരന്തത്തിൽ അകപ്പെടാതെ നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. വീണ്ടും അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള അവസരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ആ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നമ്മളിലേക്ക് കടന്നു വരുന്ന ഏതൊരു അനുഗ്രഹവും നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് ഈ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഒരു റിപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒരു ചരിത്ര സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ നിന്നിറങ്ങി, കിടന്നിട്ട് ഉറക്കം വരാനിട്ട് വീട്ടിൽ നിന്നിറങ്ങി പുറത്തോട്ട് ഇറങ്ങി വന്ന് ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയിട്ട് ഒരു കുല കാരക്ക 3 പേര് പങ്കിട്ടെടുത്ത് കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യം, ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ ചോദിക്കുമെന്നാണ്. ഏതാ അനുഗ്രഹം എന്ന് പറയുന്നത്? വളരെ ഒരു അത്ഭുതത്തോട് കൂടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഏതാ പ്രവാചകന്റെ അനുഗ്രഹം? ആ റിപ്പോർട്ടിൽ